എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ മണിക്കുട്ടിയുടെ പ്രസവം കഴിഞ്ഞു. 7 കുട്ടികളാണ് ഉണ്ടായിട്ടുള്ളത്. 7 കുട്ടികൾ ഇതാ അവിടെ കിടക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ മണിക്കുട്ടീനെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. 7 കുട്ടികളാണ് ഇവൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാവിലെ തൊട്ടാണ് അവൾ പ്രസവം തുടങ്ങിയത്. രാവിലെ ഒരു 6 മണിക്ക് ഞാൻ എണീറ്റ് നോക്കുമ്പോൾ ഒരു കുഞ്ഞുണ്ടായിരുന്നു. പിന്നെ അവൾ ഒരു 10 മണിയാകുമ്പോഴേക്കും 7 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കുന്നത്. ചെറിയൊരു കളർ ചേഞ്ചസൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഇന്നലെ എല്ലാം ഒരു ബ്ലാക്ക് കളറായിരുന്നു. മിനിഞ്ഞാന്ന് രാത്രിയിൽ തന്നെ ഞങ്ങൾക്ക് സംശയം തോന്നിയിരുന്നു ഇവള് പ്രസവിക്കാറായിട്ടുണ്ടെന്ന്. കാരണം മിനിഞ്ഞാന്ന് രാത്രി അവൾ ഭക്ഷണമൊന്നും കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കരുതി അവൾ പ്രസവിക്കാറായിട്ടുണ്ടെന്ന് ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചാക്കോണ്ടൊക്കെ പുതപ്പിച്ച് മിനിഞ്ഞാന്ന് കെടുത്തി. ഇന്നലെ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ആദ്യത്തെ കുഞ്ഞ് പ്രസവിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഓരോരോ കുഞ്ഞുങ്ങളായിട്ട് എല്ലാ കുഞ്ഞുങ്ങളും പുറത്തേക്ക് വന്നു. അവൾക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. അവളെല്ലാം ശബ്ദം ഉണ്ടാക്കേ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പ്രസവത്തിൻ്റെ സമയത്ത്. എല്ലാം വളരെ നോർമലായിട്ട് കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ ഇങ്ങനെ കിടന്ന് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഇവരെ ആണാണോ പെണ്ണാണോ എന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല. ഇതാണാണ് കേട്ടോ. കണ്ണൊന്നും തുറന്നിട്ടില്ല. ഞങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ഇവരെ പുറത്തേക്ക് എടുക്കണത്. ഞങ്ങൾ ആ കാറിൻ്റെ അടിയിൽ അവർ കിടന്നിടുന്നത്. അപ്പോൾ കാറ് പതുക്കെ മാറ്റിയിട്ട് ഞങ്ങൾ ഇവരെ പുറത്തേക്ക് എടുത്ത് ഇങ്ങോട്ട് കൊടുന്ന് കെടുത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ടെറസിൻ്റെ മുകളിലേക്ക് കയറ്റിയിട്ട് അവിടെ കിടത്താൻ പോവുകയാണ്. കാരണം അവിടെ ഇപ്പോൾ കിടക്കുന്ന കാറിൻ്റെ അടിയിൽ അത്ര സേഫ് അല്ല. അതുകൊണ്ട് കണ്ണ് തുറന്നിട്ടില്ല. ഇവൻ ആണാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്താണെന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല. ആരും എന്താണെന്ന് നോക്കിയിട്ടില്ല. ഇത് പെൺകുട്ടിയാന്ന് തോന്നുന്നുണ്ട്. അല്ല, ഇതും ആണെന്നെയാണ്. ആണോ പെണ്ണോ എനിക്കറിയില്ല. എങ്ങനെയാണ് നോക്കുക എന്നുള്ളത്. ഇത് പെണ്ണാണെന്ന് തോന്നുന്നു. ഇത് പെണ്ണാ. ഒന്നാണും അപ്പോൾ ഒന്ന് പെണ്ണാണ്. എല്ലാവർക്കും ഒരേ കളർ. ആരുടെയും കണ്ണ് തുറന്നിട്ടില്ല. പക്ഷെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും. ഒരാൾ എപ്പോഴും ഈ കാലിൻ്റെ ഇവിടേക്ക് എടുക്കാട്ടാ. ഇത് കണ്ടില്ലേ. അതിൽ ഇന്നലെ ഒരു പകല് മുഴുവൻ ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ ഇവൾക്ക് ഭക്ഷണം കൊടുത്തു. ഇവള് എണീറ്റിട്ടില്ല. കുട്ടികളുടെ അരിയത്തിൽ നിന്ന് എണീറ്റില്ല. വളരെ ക്ഷീണിച്ച് കിടക്കുന്നതായിരുന്നു. പകല് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തൊന്നും അവൾ കഴിച്ചില്ല. പിന്നെ രാത്രിയിൽ അപ്പോൾ ഞങ്ങൾ കരുതി ഇനി എണീറ്റ് വരില്ല, ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ കരുതി. പക്ഷേ രാത്രിയിൽ ഞങ്ങൾ 3 ആൾക്കും ഉക്രപ്പനും അതുപോലെ കുട്ടൂസിനും ഇവൾക്കും സാധാരണ പോലെ ഭക്ഷണം കൊണ്ടുവരുമ്പോഴേക്കും അവൾ ഓടി വന്ന് 3 ആളുടെ പാത്രത്തിലുള്ള എല്ലും സാധനമൊക്കെ ആദ്യം കഴിച്ചു. അപ്പോൾ ഉക്രപ്പനൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. സാധാരണ ഉക്രപ്പൻ്റെ പ്ലേറ്റിൽ നിന്ന് ആരെ കൊണ്ട് അവൻ തൊടിയിക്കാത്താണ്. ഇന്നലെ ഉക്രപ്പൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. എല്ലാം ഉക്രപ്പൻ മാറി നിന്നു. അതുപോലെ കുട്ടൂസും മാറി നിന്നു. ഇവിടെ എല്ലാവരെയും ഫുഡിലത്തെ എല്ലും സാധനങ്ങളൊക്കെ ആദ്യം പോയി കഴിച്ചു. പിന്നെ അവളുടെ ഫുഡും കഴിച്ചു. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ 7 കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കുട്ടികളെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കണം. കാരണം മണിക്കുട്ടി പിന്നെ കുട്ടികളുടെ അടുത്തേക്ക് ഞങ്ങൾ വരുമ്പോൾ അവൾക്കൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. അവളൊന്നും കുഴപ്പമൊന്നും ഉണ്ടാക്കണില്ല. കുട്ടികളൊക്കെ ഞങ്ങൾ ഇപ്പോൾ ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് ഞാൻ. അവൾക്ക് പ്രശ്നമൊന്നുമില്ല. അവൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. സാധാരണ പ്രസവിച്ച കുട്ടികളെ തൊടുമ്പോഴൊക്കെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഇവൾക്കിപ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങളൊരു കാര്യം ചെയ്യും, കുട്ടികളെ ഏതൊക്കെയാണെന്നൊന്ന് ഇപ്പോൾ തന്നെ നോക്കാം. ഇത് പെണ്ണാണ്. ഇവിടെ ഇരുന്നോട്ടെ കേട്ടോ. അത് പെണ്ണ്. ഇതാണാണ്. അപ്പോൾ ഒരാണും ഒരു പെണ്ണായി. ഇവരൊക്കെ പാല് കുടിക്കുകയാണ്. അതുമൊന്ന് വലിച്ചെടുക്കണം. ഇത് ആണാണ്. അപ്പോൾ 2 ആണും ഒരു പെണ്ണായി. പാല് പൊക്കിയ ഇത് ആണോ. 3 ആണും ഒരു പെണ്ണായി. കാലിൻ്റെ അടിയിൽ എപ്പോഴും 2 ആളുണ്ടാവും. അവിടെ ഒരാൾ കിടക്കണം. ഇതും ആണോ. 4 ആണും ഒരു പെണ്ണായി. അവന് കിട്ടണില്ല. ഇത് പെണ്ണാ. അപ്പോൾ 4 ആണും 2 പെണ്ണുമായി. നോക്കട്ടെ. ഇതാണ് 5 ആണും 2 പെണ്ണാണ് ഇപ്പോൾ ഇതിൽ മൊത്തം ഉള്ളത്. അപ്പോൾ അങ്ങനെ
മണിക്കുട്ടി കുട്ടികളെ അങ്ങോട്ട് എടുത്ത് വയ്ക്കാം. കാരണം അവരൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചില്ല, ഞാൻ പാല് കുടിക്കാറുന്നവർ. അവർ ഫുൾ ടൈം പാല് കൂടി തന്നെയാണ്, അല്ലെങ്കിൽ ഉറക്കം, വേറെ ഒന്നുമില്ല. പപ്പെടുത്തേക്കാം നീ എടുക്കണ്ട. അവൾ ഇടയ്ക്ക് എടുത്ത് വെക്കുന്നുണ്ട്, പക്ഷെ അന്നേരം കുട്ടികൾ കരയുക. അവൾ പിടിക്കുമ്പോൾ അവർക്ക് വേദന കൊണ്ടുവന്നുണ്ട്. കരയാട്ടാ, കുഴപ്പമില്ല കേട്ടോ, അവിടെ കിടന്നു. ഇനിയിപ്പം ഭക്ഷണം കൊടുത്തിട്ട് ഞങ്ങൾ ഇവരെ ടെറസിൻ്റെ മുകളിൽ കയറ്റി കിടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ആകുമ്പോൾ കുറുക്കന്മാരൊന്നും വരില്ലല്ലോ. അവിടെ ഡ്രസ് വർക്ക് ചെയ്തൊരു ഏരിയ ഉണ്ട്, അവിടെ കിടത്താം. ഇന്നലെ പിന്നെ ഇവള് പ്രസവിച്ചത് കാറിൻ്റെ അടിയിലായതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഒരു ചെറിയൊരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഷൂട്ട് ചെയ്തിടുന്നത്. പിന്നെ ഈ കുട്ടികളൊക്കെ അവളുടെ വയറിൻ്റെ അടിയിലായിരുന്നു. അപ്പോൾ ശരിക്കും ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എത്ര കുട്ടികളാണെന്നൊന്നും ശരിക്ക് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഇപ്പോൾ അവളൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഞങ്ങൾ കുട്ടികളെ ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരും ചെയ്തു. കാറിൻ്റെ അടിയിൽ നിന്ന് എല്ലാവരും എടുത്ത് ഇങ്ങോട്ട് എടുത്തുകൊടുക്കുന്നത്. ഓരോരുത്തർ സർക്കസ് കളിക്കുന്നുണ്ട്, എന്നാലും വായയിൽ അമ്മയുടെ ഉമ്പായി തന്നെ ഉണ്ട്, അത് മാറ്റിയിട്ടില്ല. കണ്ടില്ലേ, അവൻ കിടന്ന് മറിയാണ്. എല്ലാവരും, അവൾക്കൊരു പ്രശ്നമില്ല. 7 ആളും ഇങ്ങനെ പാല് കുടിക്കേണ്ട, അവളിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. മണിക്കുട്ടിയുടെ കുഞ്ഞുങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്, ആദ്യത്തെ ദിവസമാണ്. ഇനിയും ഞങ്ങൾ വീഡിയോകൾ, അവരുടെ വളർച്ചയുടെ വീഡിയോകൾ ഇടുന്നതായിരിക്കും. അപ്പോൾ മണിക്കുട്ടീനെയും കുഞ്ഞുങ്ങളെയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.